2023 ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടു. അതിൽ പലതും നമ്മുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഇടം പിടിക്കുകയും ചെയ്തിരുന്നു. ആൻഡ് പല എക്സ്പെക്ട് ചെയ്ത ചില സിനിമകൾ നമുക്ക് അത്രത്തോളം ഒരു ഇഷ്ടപ്പെടാത്ത രീതിയിലും പോയിരുന്നു. ആൻഡ് ഇതിലെനിക്ക് നല്ല കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ഓഫർ ചെയ്ത ചില സിനിമകളെ കുറിച്ചാണ് പറയുന്നത്. ആൻഡ് ആദ്യത്തേതാണ് ജോൺ വിക് 4. ഈ ഒരു സിനിമയെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല, കാരണം ജോൺ വിക് എന്ന ക്യാരക്ടറിന്റെ ഒരു നാലാമത്തെ വരവ് കൂടിയായിരുന്നു. എന്താണോ ട്രെയിലറിൽ നിന്നും ടീസറിൽ നിന്നും നമ്മൾ പ്രതീക്ഷിച്ചത് അതിന്റെ ഇരട്ടിക്ക് ഓഫർ ചെയ്യാനായിട്ട് സാധിച്ചു. ആൻഡ് ഇതിൽ പറയേണ്ട ഒരു കാര്യം, ഈ സിനിമ ഞാൻ കാണാൻ പോയത് ഒരു പ്രിവ്യൂ ഷോ, തേഴ്സ്ഡേ ഉള്ള ഒരു പ്രിവ്യൂ ഷോ ആയിരുന്നു തൃശ്ശൂർ ഐനോക്സിൽ. പടം കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് ഒരു ആഗ്രഹം, ഹൗസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓഡിയൻസിന്റെ കൂടി ഈ സിനിമ ഒന്നുകൂടി ഇരുന്ന് കാണാം ആ ഒരു ആംബിയൻസിൽ നിന്ന്. എൻ്റെ ആ ആഗ്രഹം എനിക്ക് സാധിച്ചു. എൻ്റെ പിറ്റേ ദിവസം തൃശ്ശൂർ രാഗത്തിലെ ഈവനിങ് ഷോക്ക് ഞാൻ കയറി. എൻ്റെ എന്താണോ ഞാൻ പ്രതീക്ഷിച്ചു പോയത് ആ ഒരു ആംബിയൻസിൽ നല്ല എന്റർടൈൻ ചെയ്തിരുന്നിട്ട് ആ സിനിമ എനിക്ക് കാണാൻ പറ്റി. എൻ്റെ ആ ഒരു ക്യാരക്ടറിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എൻഡിങ് കൊടുത്തു. ആൻഡ് ഇനി അതിൻ്റെ ഒരു ഫിഫ്ത്ത് പാർട്ട് എന്നുള്ള രീതിയിൽ ഒരു വരവുണ്ടെന്ന് കേട്ടു. ആൻഡ് കാത്തിരിക്കാം എന്താണ് അവർ ഓഫർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അത് കഴിഞ്ഞ് പറയേണ്ടതാണ് 2018 സിനിമ. ശരിക്കും പതിയെ പതിയെ തിരികൊളുത്തി വലിയ രീതിയിലുള്ള ബോക്സ് ഓഫീസ് റെക്കോർഡുകളും ഈവൻ പാൻ ഇന്ത്യൻ ലെവൽ റീച്ച് വരെത്തിയ ഒരു സിനിമ തന്നെയായിരുന്നു. ആ ഒരു സിനിമയുടെ നമ്മൾ ആ ഒരു 2018 നമ്മൾ ആ ഒരു പ്രളയ സമയത്ത് അനുഭവിച്ചിരുന്ന ആ ഒരു സർവൈവൽ, എങ്ങനെയാണ് നമ്മൾ ആ ഒരു സംഭവം കടന്നു വന്നത്, ആ ഒരു ഇൻസിഡന്റ് കടന്നു വന്നതെന്നൊക്കെ വളരെ അടിപൊളിയായിട്ട് തന്നെ ജൂഡ് ആന്റണി ജോസഫ് അതിൽ അവതരിപ്പിച്ചു. ഈവൻ ക്യാരക്ടേഴ്സിന്റെ ചില ഇമോഷണൽ കണക്ഷൻസ് പോലും പലയിടങ്ങളിലും വർക്കൗട്ടായി. ഞാൻ 2 തവണ ഈ സിനിമ പോയി കണ്ടിരുന്നു. എൻ്റെ 2 തവണത്തെ തിയേറ്റർ എക്സ്പീരിയൻസും സൂപ്പർ തന്നെയായിരുന്നു. ഫസ്റ്റ് രാംദാസിലായിരുന്നു ഞാൻ കണ്ടത് തൃശ്ശൂര്, അതിനുശേഷം തൃശ്ശൂർ ദീപ. 2 തിയേറ്ററുകളിലും നല്ല കിടിലൻ എക്സ്പീരിയൻസോട് കൂടി കണ്ണു നിറഞ്ഞതും വളരെയധികം രോമാഞ്ചം കൊള്ളിച്ചായിട്ടുള്ള പല സീനുകളും ഉണ്ടായിരുന്നു. എൻ്റെ ഈ സിനിമ എനിക്ക് വളരെയധികം ഫേവറേറ്റ് ലിസ്റ്റ് ഇടം പിടിച്ച സിനിമയാണ്. പിന്നെ പറയേണ്ടതാണ് ഓപ്പൺ ഹേമർ. അതിന് മുന്നേയും ഇടയ്ക്കും ഒരുപാട് സിനിമകളുണ്ട്, പക്ഷെ ഓപ്പൺ ഹേമറിന്റെ ഒരു എക്സ്പീരിയൻസ് അത് വേറെ ലെവൽ തന്നെയായിരുന്നു. ആ ഒരു റോബർട്ട് ജെ ഓപ്പൺ ഹേമറിന്റെ ആ ഒരു ബയോപിക് ഇത്രയും ഒരു കിടിലനായിട്ട്, ഈവൻ ആ ഒരു ആറ്റോമിക് ബോംബ് ടെസ്റ്റ് ഒക്കെ ചെയ്ത സംഭവങ്ങളൊക്കെ എത്ര സൂപ്പർ ആയിട്ടാണ് ചെയ്തതെന്നുള്ളതായിരുന്നു. കാരണം ആ ഒരു സൈലൻസ്, ആ ഒരു സീനിൽ കൊണ്ടുവന്ന സൈലൻസ് ആയാലും ആ മൊത്തത്തിലുള്ള ക്യാരക്ടേഴ്സിന്റെ ഒക്കെ ആ ഒരു എന്താ പറയുക ക്യാരക്ടർ പ്രസന്റേഷൻസ് ഒക്കെ ക്രിസ്റ്റഫർ നോളനെ നമ്മൾ പണി പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, കാരണം പല സിനിമകളിലൂടെ നമ്മൾ വണ്ടർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടറാണ്. ആൻഡ് ഇപ്പോൾ തൃശ്ശൂർ രാഗത്തിൽ നിന്നാണ് ഞാൻ ആ സിനിമ എടുത്തത്. റിലീസ് ചെയ്ത് 2-3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ആ പടം കണ്ടത്. കാരണം ഈ സിനിമ എനിക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടണമെന്നുള്ള രീതിയിൽ ഹോളിഡേയിലാണ്, വീക്കെൻഡിലാണ് ഞാൻ ഈ പടം പോയി കണ്ടത്. എനിക്ക് ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് നല്ലൊരു കിഡിലൻ തിയേറ്റർ എക്സ്പീരിയൻസിന് പുറമെ ആ സിനിമ കാണാൻ വന്ന ഓഡിയൻസ് ആണ്. കാരണം ഹൗസ്ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള തിയേറ്ററിൽ അനാവശ്യമായിട്ടുള്ള കമന്റഡിയോ അല്ലാണ്ട് വല്ല വർത്താനങ്ങളോ ഒന്നുമില്ലാതെ എന്താണോ സ്ക്രീനിൽ കാണിച്ചത് അത് കണ്ട് വളരെയധികം പേഷ്യൻസോട് കൂടി ഇരുന്ന് കണ്ട വളരെ ജെനുവിൻ ആയിട്ടുള്ള ഓഡിയൻസ് തന്നെയായിരുന്നു. ആ ഒരു തിയേറ്ററിൽ നമ്മളിപ്പോ ഒരു തിയേറ്ററിൽ നമ്മൾ കയറുമ്പോൾ ആ ഇരിക്കുന്ന ഓഡിയൻസ് ആരാ നമുക്കറിയില്ല. നമ്മൾ ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ പല വഴിക്ക് പിരിയും. പക്ഷെ ഇന്ന് ഈ കൊല്ലം എനിക്ക് കിട്ടിയിട്ടുള്ള വളരെ സൂപ്പർ തിയേറ്റർ എക്സ്പീരിയൻസിന് അവരും ഒരു കാരണക്കാരാണ്. ആൻഡ് അവരോട് വേണം ആദ്യത്തെ താങ്ക്സ് പറയാൻ. കാരണം ഈ ഒരു സിനിമയുടെ ജനർ മനസ്സിലാക്കി ഒന്നും അധികം സംസാരിക്കാതെ വളരെ സൂപ്പർ ആയിട്ട് തന്നെ ഒരു പടത്തിന്റെ ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു സിനിമയിലൂടെ. എൻ്റെ അതിന് മുന്നേ ടു എൻഡ് ദ വേൾഡ് വാർ എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്ററി കണ്ടു പോയത് കൊണ്ട് കുറച്ചും കൂടി അതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടിയിരുന്നു. പിന്നെ പറയേണ്ട സിനിമയാണ് അക്രോസ് ദ സ്പൈഡർവേഴ്സ്, സ്പൈഡർമാൻ അക്രോസ് ദ സ്പൈഡർവേഴ്സ്, ഇൻടു ദ സ്പൈഡർവേഴ്സ് കണ്ടിട്ടുള്ള ആ ഒരു ഫീല് എല്ലാവർക്കും അറിയാം. കാരണം തിയേറ്റർ റിലീസിന് ഞാൻ മിസ് ചെയ്തിട്ട് OTT കണ്ടപ്പോൾ വളരെ എന്റർടൈൻ ചെയ്ത് കണ്ടൊരു പടമായിരുന്നു. അതിന്റെ സെക്കൻഡ് പാർട്ട് റിലീസ് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു തരത്തിലും തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സാക്കാൻ പാടില്ല എന്ന് വളരെയധികം ലിസ്റ്റ് ചെയ്ത് വെച്ചൊരു സിനിമ തന്നെയായിരുന്നു. എൻ്റെ ഈ സിനിമ കാണാൻ പോയി തൃശ്ശൂർ ഐനോക്സിലാണ് ഞാൻ കണ്ടത്. ആൻഡ് ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം ഒരു എന്താ ഞാനിപ്പോൾ കണ്ടത് ഒരു 3D ആനിമേറ്റഡ് മൂവി എന്നുള്ള രീതിയിൽ പലരും തള്ളിക്കളയുന്ന ഒരു ജനറിനെ ഇത്രയും കിടിലനായിട്ട് ഫസ്റ്റ് പാർട്ടിന്റെ ഒരു ഡബിൾ ഇരട്ടി രീതിയിലാണ് കൊണ്ടുവച്ചിട്ടുള്ളത്. ഇത്രയും സ്പൈഡർമാന്റെ ആ ഒരു യൂണിവേഴ്സിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിന്റെ അവസാനമായാൽ പോലും രോമാഞ്ചം അടിച്ച് ശരിക്കും ഒരു കിഡിലൻ 3D എന്നല്ല 2D യിലായിരുന്നു ഈ പടം ഇറങ്ങിയിരുന്നത്. അതിന്റെ ആ ഒരു സംഭവത്തെ എടുത്തു വെച്ചുള്ളത് ഒരു ഇനി വരാൻ പോകുന്ന ഫിലിം, ഇത്രയും പഠിക്കുന്ന ഫിലിം സ്റ്റഡീസ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഒരു റെഫറൻസ് മെറ്റീരിയൽ കൂടിയായിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് ഞാൻ തൃശ്ശൂർ രാഗത്തിൽ ഈ സിനിമയുടെ മോർണിംഗ് ഷോ ഞായറാഴ്ച പോയി കണ്ടിരുന്നു. അത് ഹൗസ്ഫുൾ ആയിരുന്നു. ആൻഡ് ഹൗസ്ഫുൾ ആയിട്ടുള്ള ആ സിനിമയിൽ ആ ഹൗസ്ഫുള്ളി പാക്കഡ് ആയിട്ടുള്ള ആ ഒരു തിയേറ്ററിൽ ഇരുന്ന് ഞാൻ ഈ പടം കണ്ടപ്പോൾ എനിക്ക് ഞാൻ എന്താണോ വിചാരിച്ചൊരു തിയേറ്റർ ആംബിയൻസ് അതെനിക്ക് അവിടെ നിന്ന് കിട്ടി. അങ്ങനെ കുറെ തവണ അങ്ങനെ ആഗ്രഹിച്ച സിനിമകളൊക്കെ 2ാം തവണ കാണുമ്പോൾ വിചാരിച്ചൊരു ആംബിയൻസ് കിട്ടിയ ഒരു വർഷം കൂടിയായിരുന്നു 2023. അത് കഴിഞ്ഞതിന് ശേഷം TMNT എന്ന ആനിമേറ്റഡ് മൂവി, ടീനേജ് മ്യൂട്ടന്റ് നിഞ്ച ടർട്ടിൽസ്. നമുക്കറിയാം ആ ഒരു ജനറിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ബേസ് സീരീസ് ആയാലും കാർട്ടൂൺ ആയാലും ഗെയിമുകളായാലും യൂബിസോഫ്റ്റ് റിലീസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ ഒരു ക്യാരക്ടേഴ്സിനെ വളരെ ക്യൂട്ടായിട്ട് തന്നെ പ്രസന്റ് ചെയ്ത് ആ ഒരു മൊത്തം സ്റ്റോറി ലൈനെ സെറ്റപ്പ് ചെയ്ത രീതികളൊക്കെ അടിപൊളി തന്നെയായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഈക്വലൈസർ 3. ഈക്വലൈസർ 1ഉം 2ഉം കണ്ടു. 1ന്റെ ഒരു ലെവലിൽ പക്ഷെ 2ന് കീപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും
മൂന്നാം വരവിൽ സൂപ്പർ ആയിട്ട് തന്നെ പ്രസന്റ് ചെയ്തു. കാരണം 2-ലത്തെ ആ ഒരു കുറവുകളൊക്കെ 3-ൽ കൊണ്ടുവന്നപ്പോൾ നികത്തി. ആൻഡ് ഡെൻസൽ വാഷിംഗ്ടണിന്റെ ഒരു ക്യാരക്ടർ, ആ ഒരു ഏജിനനുസരിച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ റെപ്രസെന്റേഷൻ തന്നെയായിരുന്നു. ആൻഡ് ആ ഒരു സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ള കളർ ടോൺ ആയാലും ഡീറ്റെയിലിംഗ് ആയാലും, ഈവൻ ഡെൻസൽ വാഷിംഗ്ടണിന്റെ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സീനിൽ ഉണ്ടായിരുന്ന ആ ഒരു ചുറ്റുമുള്ള ഒരു ആംബിയൻസിൽ ഉണ്ടാവുന്ന മൈന്യൂട്ട്, ഇപ്പൊ ഒരു വൈനറിയുടെ ഉള്ളിലുള്ള ആ ഒരു സീനിൽ പോലും ചുറ്റുമുള്ള ഇങ്ങനെ പൊടിയൊക്കെ നമ്മൾ ഇങ്ങനെ കാണുമല്ലോ റൂമിൽ, അത്രയും മൈന്യൂട്ട് ഡീറ്റെയിലിംഗ് പോലും കൊണ്ടുവരാനായിട്ട് അതിന്റെ ക്രൂവിന് പറ്റി എന്നുള്ളതാണ്. എനിക്ക് പ്രതീക്ഷിച്ചു പോയ ഒരു കിഡിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ആ സിനിമയിൽ നിന്ന് കിട്ടി. പിന്നെ സൂപ്പർ മാരിയോ ബ്രോസ്, നമുക്ക് പ്രത്യേകിച്ച് പേര് കേൾക്കുമ്പോൾ തന്നെ വീഡിയോ ഗെയിംസ് ഒരുപാട് ഓർമ്മ വരും ഈ ഒരു സിനിമയുടെ ബേസിലുള്ളത്. അങ്ങനെയുള്ള ഒരു സിനിമേനെ നല്ല സൂപ്പർ ആയിട്ട് തന്നെ ഓൾമോസ്റ്റ് 1 ബില്യൺ അടിച്ച ഒരു ആനിമേറ്റഡ് മൂവി എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് എനിക്ക് ഓഫർ ചെയ്ത് കിട്ടിയ ഒരു സിനിമ തന്നെയായിരുന്നു. ആ ഒരു ചൈൽഡ്ഹുഡ് നൊസ്റ്റാൾജിയയിലേക്ക് നമ്മളെ കൊണ്ടുപോയ ഒരു സിനിമ കൂടിയായിരുന്നു അത്. നമ്മുടെ ഈ 2023-ലത്തെ ഇടയിൽ വന്ന, അല്ലെങ്കിൽ ഇപ്പോൾ മലയാളം ഇംഗ്ലീഷൊക്കെ ഞാൻ പറഞ്ഞു പോയപ്പോൾ തമിഴിൽ നിന്ന് എനിക്ക് കിട്ടിയ വളരെ ചിരിച്ചും മറിഞ്ഞ് കണ്ട ഒരു സിനിമയായിരുന്നു മാർക്ക് ആന്റണി. വിശാൽ എസ് സൂര്യ കൂട്ടുകെട്ടിൽ പുറത്തു വന്ന സിനിമ. ആദിക് രവിചന്ദ്ര ആയിരുന്നു ഡയറക്ടർ. ആൻഡ് ഈ സിനിമ ഞാൻ കാണാൻ പോയപ്പോൾ സൂര്യയുടെ ഒരു എന്താ പറയാ ഫുൾ വൺ മാൻ ഷോ തന്നെയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റിയിരുന്നത്. ആൻഡ് ജാക്കി പാണ്ഡ്യൻ എന്ന ഒരു ക്യാരക്ടറിന് എന്തൊക്കെ ഓഫർ ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ആ ഒരു ബസ് സീൻ പോലും ശരിക്കും ചിരിച്ച് പണ്ടാരടങ്ങി പോയ ഒരു അവസ്ഥ തന്നെയായിരുന്നു. ആ സിനിമ എനിക്ക് വളരെയധികം ടൈം ട്രാവൽ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ എങ്ങനെ എന്റർടൈൻ ചെയ്ത് കൊണ്ട് കാണിക്കാം എന്നുള്ള ഒരു ഫുൾ മോഡ് ആ ഒരു സിനിമയിൽ നിന്ന് നമുക്ക് കിട്ടി. ആൻഡ് ഇങ്ങനെയൊക്കെ പറഞ്ഞാലും തീരാവുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെയാണ് വരുന്നത് മറ്റൊരു സംഭവം, ജയിലർ. രജനീകാന്ത് ആൻഡ് നെൽസൺ കൂട്ടുകെട്ടിൽ പുറത്തു വന്ന സിനിമയെ കുറിച്ച് വളരെ ലീസ്റ്റ് എക്സ്പെക്ടേഷനിലാണ് ഞാൻ തിയേറ്ററിലേക്ക് പോയത്. ആൻഡ് തിയേറ്ററിൽ പോയി ഒരു ഫാൻ ഷോയ്ക്ക് എന്നുള്ള രീതിയിൽ പോയി, ഓക്കെ എന്നുള്ള രീതിയിൽ കണ്ട് ആ ഒരു ക്യാരക്ടറിന്, രജനീകാന്തിന്റെ ഏജിന് ഈക്വൽ ആയിട്ടുള്ള ഒരു റോള് തന്നെയാണ് കൊടുത്തിരുന്നത്. ആൻഡ് ഒരുപാട് കാലങ്ങളായിട്ട് ഞാൻ കാണാൻ ആഗ്രഹിച്ച റോൾ, ഒരു ഫാമിലി മെൻ, റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ കാണാൻ സാധിച്ചു എന്നുള്ള ഒരു സന്തോഷം. ആൻഡ് ഈവൻ നമ്മുടെ മോഹൻലാൽ ആൻഡ് പുനീത് ശിവരാജ് കുമാർ എങ്ങനെയാണ് ആ ഒരു ക്യാരക്ടേഴ്സിനെ കൊണ്ട് ക്ലൈമാക്സിൽ പ്ലേസ് ചെയ്തതെന്ന് നമുക്കറിയാം. ജസ്റ്റ് ആ ഒരു സ്ക്രീൻ പ്രസൻസ് കൊണ്ട് വണ്ടറുകൾ പലതും ക്രിയേറ്റ് ചെയ്തിരുന്നു. അല്ലെങ്കിൽ 3 സ്റ്റേറ്റുകളിലും വളരെയധികം ഓഡിയൻസ് റെസ്പോൺസ് ആയാലും തിയേറ്ററിക്കൽ എക്സ്പീരിയൻസും ഡിമാൻഡ് ചെയ്ത അനിരുദ്ധ് രവിചന്ദ്രന്റെ ആ ഒരു മ്യൂസിക് ആൻഡ് BGM ഒന്നും പറയാനില്ല. ആൻഡ് വിനായകന്റെ വില്ലൻ ക്യാരക്ടർ ആയിട്ടുള്ള വർമ്മൻ പ്ലേലിസ്റ്റുകളുടെ അമ്മാനോ ആയിരുന്നു നമ്മളെല്ലാവരെയും കൊണ്ട്. അതിന്റെ ആ ഒരു AR റഹ്മാന്റെ ആ ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള സോങ്സ്. ആൻഡ് ഇതൊക്കെ കൊണ്ട് തന്നെ നല്ല സൂപ്പർ, അതും 2 തവണ ഞാൻ പോയി കണ്ട ഒരു സിനിമയായിരുന്നു. ഇങ്ങനെ പറഞ്ഞാലും തീരാത്ത ഒരുപാട് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയ ഒരു വർഷം തന്നെയായിരുന്നു ഇത്. ആൻഡ് സിനിമ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അന്നും ഇന്നും വേറൊരു ലെവൽ ഫീലാണ്. അതിപ്പോ ഈവൻ OTT കാണുമ്പോൾ വളരെയധികം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ആൾക്കാരുണ്ടാവും, തിയേറ്ററിലേക്ക് അധികം പോകാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടാവും. പക്ഷെ ഒരു തിയേറ്ററിന്റെ അകത്തേക്ക് നമ്മൾ എടുത്ത് കാല് വയ്ക്കുമ്പോൾ മറ്റൊരു വേൾഡിലേക്ക്, ആ ഒരു 2-2.5 മണിക്കൂറും നമ്മുടെ ടെൻഷനുകളെല്ലാം മാറ്റി നമുക്ക് എന്താണോ ഇഷ്ടമുള്ള ഒരു കാര്യം അത് കാണാൻ വേണ്ടി ഇരിക്കുന്ന ഒരു സൂപ്പർ ഫീല് തന്നെയാണ് ആ സ്ക്രീനിന്റെ മുമ്പിൽ ആ ഒരു പ്രൊജക്ടർ ഓൺ ആവുമ്പോൾ എന്തൊക്കെയാണോ കാണിക്കുന്നത്, അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന വണ്ടേഴ്സ് എന്തൊക്കെയാണ്, അതൊക്കെ ഒരു പ്രത്യേക വൈബാണ്. അതിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് മറ്റൊന്നിനും സാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 2023 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് തന്ന സിനിമകൾ ഏതൊക്കെയാണ്? കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നവരെ